ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി, നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ ഇന്ന് സ്ക്വയർ നെക്ക് സ്റ്റിച്ചിങ് ആണ് നോക്കുന്നത്. മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയർ നെക്കിൻ്റെ കട്ടിങ്സ് നോക്കിയിരുന്നു. അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ സ്ക്വയർ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിനും നമ്മൾ മുൻപേ റൗണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ചെയ്തിരുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് സ്ക്വയർ നെക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൽ ഓൾറെഡി ഞാൻ ചെറിയ പോയിന്റ്സ് ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫാബ്രിക്കിൻ്റെ ബാക്ക് പോർഷൻ. ബാക്ക് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഫ്രണ്ട്. ഇത് ഫ്രണ്ട്, ഇത് ബാക്കിലാണ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കാണിച്ചതുപോലെ തന്നെ ഇതാ 1/2 ഇഞ്ചിൻ്റെ ഗ്യാപ്പിൽ ഞാനൊന്ന് ലൈൻ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഒരു 1/4 ഇഞ്ചിൻ്റെ ലൈൻസും ആഡ് ചെയ്യാം. റൗണ്ട് നെക്ക് പോലെയല്ല, നമുക്കൊരു സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഈ ലൈൻ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, 1/4 ഇഞ്ചിൻ്റെ നെക്ക് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി 1/2 ഇഞ്ചിൻ്റെ ഈ നെക്കും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ടോട്ടൽ 1/2 ഇഞ്ചിലേക്ക് ആക്കിയെടുത്തു. ഇനി നമ്മൾ സ്ക്വയർ നെക്ക് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു കോർണർ കണ്ടില്ലേ, ഈ ഒരു കോർണർ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിട്ട് കിട്ടുകയുള്ളൂ. കുറച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അതായത് നമ്മൾ ആദ്യം ജോയിൻ ചെയ്ത് വെച്ച 1/4 നെക്കിൻ്റെ അവിടെ വരെ കട്ട് ചെയ്താൽ മതി. പിന്നെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറ്റം വരുത്താം. അപ്പോൾ ബാക്ക് പോർഷനിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഈ 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരു കോർണറും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും. നീഡിൽ താഴ്ത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ, നീഡിൽ നമ്മൾ താഴ്ത്തി വെക്കുക, നീഡിൽ പൊന്തിക്കാതെ. എന്നിട്ട് ഈ ഒരു ടേക്കപ്പ് ലിവർ ഈ ഒരു പോർഷൻ പൊന്തിച്ചെടുത്തിട്ട് ഫാബ്രിക് ഈ രീതിയിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം.
ഒരു പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇനി ഒന്നുകൂടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. ഈ സ്റ്റിച്ചിങ് ലൈൻസ് കാണാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതായത് സ്റ്റിച്ചിങ് ലൈൻ ഫ്രണ്ടിലോട്ട് കാണരുത്. നമുക്കിവിടെ ചെറുതായിട്ട് ഈ കോർണർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോർണർ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്ക്വയർ നെക്ക്. ഓക്കെ അല്ലേ?